ഞാനൊരു ബംഗുകാരൻ്റെ ഫോട്ടോയും ചിരിയും ആ ഇരുത്തവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് ഏതാണ്ട് നോബൽ സമ്മാനം കിട്ടുകയോ അതല്ല വേറെ ഏതാണ്ടൊരു വലിയ അംഗീകാരം കിട്ടുകയോ മക്കത്തെ പള്ളിയിൽ ഇമാമായിട്ട് എടുക്കുകയോ ഏതാണ്ട് ചെയ്തു എന്നെനിക്ക് തോന്നിപ്പോയി. പക്ഷേ സംഗതി ആ കുറിപ്പ് വായിച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത്, ആളുകൾക്ക് കാശ് കൊടുക്കാനുള്ളവർക്ക് വ്യാജ ചെക്കുകളും വേലയും ഒക്കെ കൊടുത്തതിൻ്റെ പേരിൽ കോടതി ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയുടെ വിലാപമാണ്. ഇവിടെ കാശ് വാഗ്ദാനം നടത്തിയാൽ അത് കൊടുത്തവിടുന്ന് പിരിയണമെന്നല്ലാതെ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി നൂറുകൂട്ടം ന്യായങ്ങൾ വീതിയിലും നീളത്തിലും എഴുതി പറ്റിച്ച് അതിൻ്റെ പേരിൽ നിവർന്നിരിക്കുകയാണ് ജവാദ് മുസ്തഫാവെ എന്ന് പറയുന്ന ഒരു പുതിയ കാലത്തിൻ്റെ ചർച്ചാ പ്രമുഖനും അതുപോലെ തന്നെ ആത്മീയ പ്രമുഖും ഒക്കെയായ പണ്ഡിത വരേണ്യൻ. ഇതിപ്പോൾ ആളുകളെ പറ്റിക്കുന്നതിനിടയിൽ ഒരു എഗ്രിമെൻറ്റും ചെക്കും ഉണ്ടായിപ്പോയതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇതുപോലൊരു ശിക്ഷയോ വിധിയോ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കൊടുക്കാനോ ഒക്കെ വിധി വരുന്നത്. ഇവർ ജീവിതത്തിൽ തന്നെ എത്രയോ ആളുകളെ കറക്കിയും ചുറ്റിച്ചും വട്ടം ചുറ്റിച്ചും ഒക്കെ പലതരത്തിൽ ഇങ്ങനെ കറങ്ങി പല സംഗതികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് ഇവരെയൊക്കെ അല്ലാതെ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ഒരാൾ എന്തെങ്കിലും കേസിൽ അകപ്പെട്ടു, അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി വിധി പ്രസ്താവന നടത്തിയാൽ പിന്നെ അത് കോടതിയിൽ കിടക്കുന്ന കേസായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മേനി പറയേണ്ട കാര്യമുണ്ടോ? ഒന്നുമല്ലെങ്കിൽ മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞതുപോലെ അതിനെക്കുറിച്ച് പറയാതങ്ങിരിക്കണം. അതൊക്കെ ഉണ്ടായിട്ടും വീണ്ടും പരമയോഗ്യനെ പോലെ വന്നിരുന്ന് പറയണമെങ്കിൽ നമ്മുടെ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി മാത്രം പോരാ എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു വിശ്വാസവഞ്ചനയുടെ കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ ഒരു മാധ്യമ സ്ഥാപനത്തിന് അവരുമായി ധാരണയുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രകാരം നൽകാനുള്ള തുക നൽകാതെ വേലയും അഭ്യാസവും ഒക്കെ ഇറക്കിയപ്പോൾ അവർ കേസിന് പോകേണ്ടി വന്നതാണ്. സാധാരണ ഇങ്ങനെയൊക്കെ വ്യവസായ ഇടപാടുകളിലും ബിസിനസ്സിലും ഒക്കെ നടക്കാറുണ്ട്. അങ്ങനെ നടക്കുന്നവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? അവർ ബന്ധപ്പെട്ടവരെ കണ്ട് അതിലൊരു സമവായം ഉണ്ടാക്കി ചിലപ്പോൾ ഒരു സെറ്റിൽമെൻ്റൊക്കെ നടത്തി അത് ചെറുതാക്കി ചെയ്ത് അങ്ങ് വിടും. പക്ഷേ അങ്ങനെ അല്ലാതെ കയറി ബലം പിടിച്ച് കേസുമൊക്കെ കൊടുത്ത് അഭ്യാസം വരുമ്പോൾ പിന്നെ കേസിൻ്റെ വിധിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ സംഭവിച്ച് എല്ലാവരെയും വിലയിരുത്തി പോകുന്നതിനിടയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ സാധാരണ ലജ്ജയുള്ളവരാണെങ്കിൽ അതങ്ങ് വിട്ട് ബാക്കി വിഷയങ്ങളെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ പറച്ചിൽ തന്നെ കുറച്ച് കുറയ്ക്കും. ഇതങ്ങനെയല്ല. വീണ്ടും പരമയോഗ്യമായിരുന്ന് സ്വന്തം പടമൊക്കെ വെച്ച് എന്തോ മഹത്തായ കാര്യം തനിക്ക് കോടതിയിൽ നിന്ന് കിട്ടിയതുപോലെ. ഞാനിത് കണ്ടപ്പം വിചാരിച്ചു പുള്ളിക്കെന്തോ കോടതിയിൽ നിന്ന് ഈ എതിർകക്ഷികളിൽ നിന്ന് കാശ് പിരിച്ചു കൊടുത്തതുപോലെയാണ് പുള്ളിയുടെ ഇരുത്തമൊക്കെ. കഷ്ടമാണ്. ഈ വേഷവും രൂപവും ഭാവവും ഒക്കെയായി നടന്ന് വീണ്ടും ആളുകളെ പറ്റിച്ച് അനീതിയാണെന്ന് സ്വയം ബോധ്യപ്പെട്ടിട്ടും വീണ്ടും എഴുതി മെഴുകി അതിൻ്റെ പേരിൽ അതും ഒരു സാധനമാക്കി അതിലും കിടന്ന് മെഴുകണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടി പോരാ. ആ തൊലിക്കട്ടിയുടെ ഡിഗ്രിയാണ് പേരിനോടൊപ്പം ചേർത്തിരിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല.